ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാൻസ് ഫോംസ് ഓഫ് കേരളയാണ്. അപ്പോൾ കഥകളി, കൃഷ്ണനാട്ടം, കൂടിയാട്ടം, ഓട്ടം, തുള്ളൽ, തെയ്യം ഇതെല്ലാം ഡാൻസ് ഫോംസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത് മോഹിനിയാട്ടം, തിരുവാതിരക്കളി, ഒപ്പന, മാർഗംകളി, കേരള നടനം ആൻഡ് കോൽക്കളി. മോഹിനിയാട്ടം ഇസ് വൺ ഓഫ് ദ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് കേരള. കേരളത്തിന്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോം എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഡാൻസ് ഓഫ് എൻചാൻട്രസ്. അതിൽ ബ്യൂട്ടി, ഗ്രേസ് ആൻഡ് ഫെമിനിറ്റി ഉള്ളത് കൊണ്ടാണ് ഡാൻസ് ഓഫ് എൻചാൻട്രസ് എന്ന് പറയുന്നത്. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ടെമ്പിൾസിലാണ് ഇൻ 16th സെഞ്ച്വറി. ആൻഡ് ഇതിന് പിന്നെ ഡെവലപ്പ് ചെയ്ത് വന്നത് ട്രാവൻകൂർ കിങ്സിന്റെ പാട്രണേജിലാണ്. ഓക്കെ, എസ്പെഷ്യലി സ്വാതി തിരുനാൾ രാമവർമ്മ ഇൻ 19th സെഞ്ച്വറി. ഇതിൽ ഭരതനാട്യത്തിന്റെയും കൂടിയാട്ടം ട്രഡീഷൻസിന്റെയും ഇൻഫ്ലുവൻസ് നമുക്ക് കാണാം. ഇത് ആക്ച്വലി ഒരു സോളോ പെർഫോമൻസ് ആണ്, എംഫസൈസിങ് ലാസ്യ. ലാസ്യ എന്ന് പറഞ്ഞാൽ ഗ്രേസ്ഫുൾ ആൻഡ് ജെന്റിൽ മൂവ്മെന്റ്സ്, പതിയെ സ്ലോ ആൻഡ് ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ്സിനാണ് ലാസ്യ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കമ്പൈൻസ് പ്യുവർ ഡാൻസ് ആൻഡ് എക്സ്പ്രഷണൽ ഡാൻസ്. പ്യുവർ ഡാൻസും അതുപോലെ തന്നെ അഭിനയം, അതായത് എക്സ്പ്രഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ തീംസ് എന്ന് പറയുന്നത് ഹിന്ദു മിത്തോളജി ബേസ് ചെയ്തിട്ടാണ്, അറൌണ്ട് ലവ് ആൻഡ് ഡിവോഷൻ ആൻഡ് മെയിൻലി അബൌട്ട് ലോർഡ് വിഷ്ണു ഓർ കൃഷ്ണ. ഇതിൽ യൂസ് ചെയ്യുന്നത് മ്യൂസിക് എന്ന് പറയുന്നത് കർണാട്ടിക് മ്യൂസിക് ആണ്. ആൻഡ് കോസ്റ്റ്യൂം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കസവ്, അതായത് ഗോൾഡൻ ബോർഡറുള്ള വൈറ്റ് സാരിയാണ്. ആൻഡ് ട്രഡീഷണൽ ടെമ്പിൾ ജ്വല്ലറി ആണുള്ളത്. ആൻഡ് ഹെയർ എന്ന് പറയുന്നത് ബണ്ണായിട്ട് കെട്ടിയിട്ട് അതിൽ ജാസ്മിൻ ഫ്ലവേഴ്സ് വെക്കുന്ന ഒരു കോസ്റ്റ്യൂമാണ് മോഹിനിയാട്ടത്തിനുള്ളത്. ആൻഡ് മേക്കപ്പ് എന്ന് പറയുന്നത് വളരെ മിനിമൽ ആണ്, നാച്ചുറൽ ആണ്. ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള മേക്കപ്പാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ മൂവ്മെന്റ്സ്, ആ ഡാൻസിന്റെ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് സർക്കുലർ മൂവ്മെന്റ്സ് ആണ്. ആൻഡ് ജെന്റിൽ സ്വിംഗ്, പതിയെ ബോഡി മൂവ്മെന്റ്, സ്ലോ ബോഡി മൂവ്മെന്റ്സ് ആണുള്ളത്. ആൻഡ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ്. 19th സെഞ്ച്വറിയിൽ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഈ മോഹിനിയാട്ടം പഠിപ്പിക്കാനുള്ള ഫസ്റ്റ് ഫാമൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഗുരു കൃഷ്ണ പണിക്കറും കല്യാണക്കുട്ടിയമ്മയാണ്. ആൻഡ് കല്യാണക്കുട്ടിയമ്മയാണ് മദർ ഓഫ് മോഹിനിയാട്ടം എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഡാൻസ് ഫോം എന്ന് പറയുന്നത് തിരുവാതിരക്കളിയാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൈകൊട്ടിക്കളി, അതായത് ഡാൻസ് വിത്ത് ക്ലാപ്സ്. അപ്പോൾ ഇത് ഒരു ട്രഡീഷണൽ ഗ്രൂപ്പ് ഓഫ് ഡാൻസിൽ നിലവിളക്കിന് ചുറ്റും സർക്കുലർ മോഷനിലെ ഡാൻസ് കളിക്കുന്നതാണ് തിരുവാതിരക്കളി. ആൻഡ് ഇതിലൊരു 8 to 10 വിമൻ കാണും. ആൻഡ് ഈ തിരുവാതിര പെർഫോം ചെയ്യുന്നത് മെയിൻലി ധനുമാസത്തിലെ തിരുവാതിര ആ ഒരു ദിവസമായിരിക്കും, ഇല്ലെങ്കിൽ ഓണത്തിനും തിരുവാതിര പെർഫോം ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ആക്ച്വലി സെലിബ്രേറ്റ്സ് ദ യൂണിയൻ ഓഫ് ലോർഡ് ശിവ ആൻഡ് ഗോഡസ് പാർവതി. ആൻഡ് ഇതിന് ബേസ് ചെയ്തിട്ടുള്ള റിച്വൽസ് ഉണ്ട്. റിച്വൽ എന്ന് പറയുന്നത് മെയിൻലി മാരീഡ് ആയിട്ടുള്ള വുമന്റെ പ്രോസ്പെറിറ്റിക്കും ഹാപ്പിനെസ്സിനും വേണ്ടിയാണ് മെയിൻലി ഈ റിച്വൽ പെർഫോം ചെയ്യുന്നത്. മാരീഡ് വുമൺ ആണെങ്കിൽ അവരുടെ ഹസ്ബൻഡ്സിന്റെ ലോങ് ലൈഫിനും, അൺമാരീഡ് വുമൺ ആണ് ഇത് പെർഫോം ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു ഗുഡ് മാരേജ് കിട്ടാനും വേണ്ടിയാണ് ഈ റിച്വൽസ് പെർഫോം ചെയ്യുന്നത്. ആൻഡ് ട്രഡീഷണൽ അറ്റയർ എന്ന് പറയുമ്പോൾ മുണ്ടും നേരിയതുമാണ് വിത്ത് ഗോൾഡ് ഓർണമെന്റ്സ് ആൻഡ് ജാസ്മിൻ ഫ്ലവർ. ഇത് ഏർലി ടൈംസിൽ നായസ് ആൻഡ് നമ്പൂതിരി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ഇത് ഹിസ്റ്റോറിക്കലി പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നൗ ഇതെന്ന് പറയുന്നത് ഒരു കേരളയുടെ കൾച്ചറൽ ഐഡന്റിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്, ട്രാൻസെൻഡിങ് ബാരിയേഴ്സ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. നെക്സ്റ്റ് ഡാൻസ് ഫോം എന്ന് പറയുന്നത് ഒപ്പനയാണ്. ഒപ്പന എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി നോർത്ത് കേരള, ആ ഒരു ഏരിയയിലുള്ള ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോം ആണ്. ആൻഡ് ഈ ഒപ്പന എന്ന് പറയുന്നത് അറബിക് വേർഡായ അഫ്ന എന്ന് പറയുന്ന ടേമിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് അറബിക് കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഈ ഒരു വേർഡ് കടമെടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ആൻഡ് മെയിൻലി ഇത് പെർഫോം ചെയ്യുന്നത് മുസ്ലിം വെഡിങ്സിനാണ് ആൻഡ് ഓൾസോ ഡ്യൂറിങ് അതർ സെലിബ്രേഷൻസ്. പെർഫോം ചെയ്യുന്നത് വിമൻ ആണ്, 15 പേരോളം കാണും. ആൻഡ് ഇതിൽ സിംഗേഴ്സും മ്യൂസീഷ്യൻസും എല്ലാം ഇവർ തന്നെയാണ്. ബ്രൈഡ് നല്ല ഗോൾഡ് ഓർണമെന്റ്സും മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു പീഠത്തിൽ, അതായത് ഒരു ഹൈ സീറ്റിലിരിക്കും. ഡാൻസേഴ്സ് സർക്കുലർ മോഷനിൽ ഇവരുടെ ചുറ്റും ക്ലാപ്പ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ മെയിൽ വേർഷനും ചില കേസുകളിൽ പെർഫോം ചെയ്യാറുണ്ട് അറ്റ് ഗ്രൂംസ് ഹൗസ്. ഈ സോങ്ങിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് ടീസിങ് കമന്റ്സ് ആൻഡ് ഹിൻസ് ടു മാരിറ്റൽ ബ്ലിറ്റ്സ്. അപ്പൊ കല്യാണത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹിൻസും ടീസിങ്ങും ഒക്കെയാണ് ഈ ഒരു സോങ്ങിന്റെ തീമായിട്ട് വരുന്നത്. ആൻഡ് സോങ്ങിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അറബിക് ആൻഡ് മലയാളത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. നെക്സ്റ്റ് ഡാൻസ് ഫോം എന്ന് പറയുന്നത് മാർഗംകളിയാണ്. മാർഗംകളി ആക്ച്വലി ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഏൻഷ്യൻ ഡാൻസ് ഗ്രൂപ്പ് ആണ്. സെയിന്റ് തോമസിനെ പ്രേ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന, സെയിന്റ് തോമസിന്റെ ലൈഫിനെയൊക്കെ ബേസ് ചെയ്ത് ഉള്ള ലിറിക്സ് ഉള്ള ഒരു ഡാൻസ് ഫോമാണ് മാർഗംകളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർഗം എന്ന് പറയുന്ന ടേമിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ദ വേ അല്ലെങ്കിൽ ദ പാത്ത്. ഇത് സിംബലൈസ് ചെയ്യുന്നത് ദ പാത്ത് ടു ഗോഡ് അല്ലെങ്കിൽ സാൽവേഷൻ, ദൈവത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ മോക്ഷം എന്നുള്ളൊരു സിംബോളിക് മീനിങ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൽ നടുക്കൊരു ബ്രോൺസ് ലാമ്പ്, നിലവിളക്ക് കാണും, അതിൽ 12 തിരി ഇട്ടേക്കും. ആൻഡ് ഇത് സിംബലൈസ് ചെയ്യുന്നത്
ക്രൈസ്റ്റിനെയും ക്രൈസ്റ്റിന്റെ 12 ഡിസൈപ്പിൾസിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഇതിലൊരു ലീഡ് സിംഗർ കാണും, ആ സിംഗർ പാട്ട് പാടും, ഡാൻസേഴ്സ് അതിനനുസരിച്ച് റിതമിക്കായിട്ട് സർക്കുലർ മോഷനിൽ ഡാൻസ് ചെയ്യും. ഈ ഒരു ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും സെന്റ് തോമസിനെ പ്രേ ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അതിലെ ലിറിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സെന്റ് തോമസിന്റെ അറൈവലും മിറക്കിൾസും ടീച്ചിങ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലിറിക്സ് ആണ് ഈ ഒരു മാർഗംകളിയുടെ സോങ്ങിൽ വരുന്നത്. ഇതിലെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആൻഡ് ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ്സും ഉണ്ട്, ഫാസ്റ്റ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ്സും ഉണ്ട്. ആൻഡ് ഹിസ്റ്ററിയിൽ ഇത് ആക്ച്വലി മെയിൽ ആർട്ടിസ്റ്റ് ആണ് പെർഫോം ചെയ്തതെന്ന് പറയപ്പെടുന്നു. ആൻഡ് ലേറ്റർ വിമൺ ആണത് പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ കറന്റ് ഇപ്പോഴത്തെ കാലത്ത് ഫീമെയിൽ വേർഷൻ ഓഫ് മാർഗംകളിയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറും വൈഡ്ലി സെലിബ്രേറ്റഡും ആയിട്ട് എടുക്കുന്നത്. ആൻഡ് ദിസ് ആർട്ട് ഫോം ഇസ് എ ഹൈലൈറ്റ് ഓഫ് റീജിയണൽ ചർച്ച് ഫെസ്റ്റിവൽസ്. ഇത് പ്രധാനമായിട്ടും പെർഫോം ചെയ്യുന്ന ചർച്ച് ഫെസ്റ്റിവൽസ്, വെഡിങ്, അതുപോലെ ക്രിസ്ത്യൻ സെറമണീസിനൊക്കെ ഇത് പെർഫോം ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. നെക്സ്റ്റ് ഡാൻസ് ഫോം എന്ന് പറയുന്നത് കോൽക്കളിയാണ്. കോൽക്കളി ഇസ് എ ഫോക്ക് ഡാൻസ് പെർഫോം ഡ്യൂറിംഗ് ദ ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻ, മെയിൻലി ഇൻ ദി മലബാർ റീജിയൻ. മലബാർ റീജിയനിലെ ഫെസ്റ്റിവൽസിലും സെലിബ്രേഷൻസിലും ഒക്കെ പെർഫോം ചെയ്യുന്ന ഒരു ഡാൻസ് ഫോമാണ്. ഫോക്ക് ഡാൻസ് ആണ് കോൽക്കളി എന്ന് പറയുന്നത്. ഇത് പെർഫോം ചെയ്യുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെന്നാണ്. അപ്പോൾ ഇതിൽ സർക്കുലർ മോഷനിൽ കോൽ യൂസ് ചെയ്ത്, സ്മോൾ സ്റ്റിക്സ് യൂസ് ചെയ്ത് റിതമിക് സോങ്ങിനനുസരിച്ച് റിതമിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഡാൻസ് ഫോമാണ് കോൽക്കളി. ഇത് ഓപ്പൺ കോർട്ട്യാർഡ്സിലായിരിക്കും പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വുഡൻ പ്ലാറ്റ്ഫോം, റൈസ്ഡ് വുഡൻ പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് തട്ടിന്മേൽ കളി എന്നും പേരുണ്ട്. ആൻഡ് ഇത് മാർഷൽ ആർട്സ്, അതായത് കേരളത്തിന്റെ മാർഷൽ ആർട്ടായ കളരിപ്പയറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയുന്നു. അതായത് ഇതിലെ പവർഫുൾ ആൻഡ് ഡിസിപ്ലിൻഡ് സ്റ്റെപ്സ്, ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി, പ്രിസിഷൻ ആൻഡ് റിതമിക് കൺട്രോൾ, ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കളരിപ്പയറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഡാൻസേഴ്സ് എന്ന് പറയുന്നത് നോർമൽ ഡ്രസ്സാണ്, മുണ്ടും ബനീനും ഒക്കെ ഇട്ട്, അതായത് മലബാറിലുള്ള മുസ്ലിം മെന്നിൻ്റെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ് ഈ ഒരു ഡാൻസ് ഫോമിന് യൂസ് ചെയ്യുക. തലശ്ശേരി, പയ്യന്നൂർ ഈ ടൗൺസിലാണ് ഈ കോൽക്കളിയുടെ ലെഗസി പ്രിസർവ് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള നടനമാണ്. കേരള നടനം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു മോഡേൺ ക്ലാസിക്കൽ ഡാൻസ് ആണ്. അപ്പോൾ ഇതിൽ മ്യൂസിക്, വോക്കൽസ്, ഇൻസ്ട്രുമെന്റ്സ്, ഡാൻസ് മൂവ്സ്, അതുപോലെ ആക്ടിങ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുള്ളൊരു മോഡേൺ ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് കേരള നടനം. ഇത് കഥകളിയിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നു എന്നും പറയപ്പെടുന്നു. പക്ഷെ കുറച്ചുകൂടെ ജനറൽ പബ്ലിക്കിന് കുറച്ചുകൂടെ അക്സസിബിൾ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ്, അല്ലെങ്കിൽ ഒരു ഡാൻസ് ഫോം ആണ് കേരള നടനം എന്ന് പറയുന്നത്. ഇതിന്റെ പൈനിയർ, അല്ലെങ്കിൽ ഇത് തുടങ്ങി വെച്ചത് ഗുരു ഗോപിനാഥ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഗുരു ഗോപിനാഥ് ഒരു പുതിയ ടൈപ്പ് ഓഫ് ഡാൻസ്, അതായത് ഓഡിയൻസിലേക്ക് കഥകളി പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, എന്നാൽ കഥകളിയോടത്ര കോംപ്ലക്സ് അല്ലാത്തൊരു ആർട്ട് ഫോം എന്നൊരു ഐഡിയ ഗുരു ഗോപിനാഥാണ് എൻവിഷൻ ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡാൻസ് ഫോമിന്റെ പൈനിയർ എന്ന് അറിയപ്പെടുന്നതും ഗുരു ഗോപിനാഥാണ്. ആൻഡ് ഇതിലെ കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് രാജാ രവിവർമ്മയുടെ പെയിന്റിങ്സിൽ നിന്നാണ്. അപ്പോൾ കൂടുതലും ക്യാരക്ടേഴ്സിനെ ഈസിലി സാധാരണക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിലെ മ്യൂസിക് എന്ന് പറയുന്നത് മലയാളം സോങ്സും കർണാട്ടിക് പദംസും ഉണ്ട്. ആൻഡ് കണ്ടംപററി, സോഷ്യൽ ആൻഡ് ഹ്യൂമൻ തീംസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുക. കഥകളിയിലൊക്കെ മിത്തോളജി, എപ്പിക്സ് ഒക്കെ അല്ലേ, പക്ഷെ ഇവിടെ കണ്ടംപററി ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യരെ കുറിച്ചൊക്കെയാണ് ഈ ഡാൻസ് ഫോമിൽ ഫോക്കസ് ചെയ്യുന്നത്. കഥകളിയുടെ ഒരു ക്ലാസിസം പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഓഡിയൻസ് ഫ്രണ്ട്ലി ആൻഡ് കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് കേരള നടനം.